കഴിഞ്ഞ 5 വർഷം LDF സർക്കാരിന്റെ വികസന മാജിക്കിനാണ് കേരളം സാക്ഷ്യം വഹിച്ചതെന്ന് ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ്. യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം പാലം നിർമ്മിച്ചിരുന്ന നാട്ടിൽ വിനോദസഞ്ചാരികൾ പാലം കാണാൻ എത്തുന്ന നിലയിലേക്ക് വികസനം മാറി. ബേപ്പൂരിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന് ഇത്തവണ വിജയിക്കുമെന്നും മുഹമ്മദ് റിയാസ് ന്യൂസ് 8 പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മിക്ക സീറ്റുകളിലും CPM അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലും റോഡ് ഷോകളുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ മുന്നോട്ട് പോകുന്ന കാഴ്ച. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോ അടക്കം നടത്തിയാണ് ഇടത് സ്ഥാനാർത്ഥികൾ കരുത്തറിയിക്കുന്നത്. നമുക്കൊപ്പം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉണ്ട്. നല്ല തുടക്കമെന്നാൽ പാതി വിജയമെന്നാണ് അല്ലേ? ഒരു വലിയ തുടക്കം, ഗംഭീരമായ തുടക്കമാണ് പ്രചാരണത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും വലിയ ജനാണ്. പെട്ടെന്ന് തീരുമാനിച്ച ആളുകൾ ഒന്നാകെ വരികയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനകത്ത് പല ഭാഗമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്തും ആൾ കൂടിക്കൂടി വരികയാണ്. അത് വലിയ പിന്തുണ LDFന് ഉണ്ട് എന്നുള്ളതാണ്. LDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. വലിയ ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. ഈ സാധാരണ ഈ കൊട്ടിക്കലാശത്തിനൊക്കെയാണ് ഇതുപോലെ ആള് ഒഴുകി വരുന്നത്. കൊട്ടിക്കലാശമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. മറ്റന്നാളാണോ തെരഞ്ഞെടുപ്പ് എന്ന് പെട്ടെന്ന് തോന്നിപ്പോയി. അപ്പോ ജനം പൊതുവെ LDFനൊപ്പമാണ് എന്നാണിത് തെളിയിക്കുന്നത്. അതായത് സ്വിച്ച് ഇട്ട പോലെ മിഷണറികൾ പ്രവർത്തിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികൾ പലയിടത്തും അണിനിരന്നു കഴിഞ്ഞു. അതെ, ഇത് എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല, ഇപ്പൊ TV-യിലൊക്കെ കാണുന്നുണ്ട്. എല്ലായിടത്തും LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ വരുന്നത്. അത് വലിയൊരു ട്രെൻഡാണ് കാണുന്നത്, വലിയ ട്രെൻഡാണ്. ഈ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിനാണ് താങ്കൾ വിജയിച്ചത്. പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയ തരംഗം കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് 2ാം വട്ടം ഒരു സർക്കാരിനെ തുടർച്ചയായി ഭരിക്കാൻ കേരള ജനത അനുവദിക്കുന്നത്. ഇത്തവണയിലേക്ക് പോകുമ്പോൾ എന്താണ് മാറ്റം? 2016 നിന്ന് 2021 ഏകദേശം 1.5% വോട്ട് വിഹിതമാണ് LDFന് കേരളത്തിൽ വർദ്ധിച്ചത്. സീറ്റ് 8 കൂടി. എന്നാൽ ബേപ്പൂരിൽ 1.5% അല്ല, 5% വോട്ട് വീതം വർദ്ധിച്ചത്. 44% ഉണ്ടായിരുന്നു, 49%. അപ്പോ പൊതുവെ കൂടുതൽ ഇടതുപക്ഷത്തോടൊപ്പം ബേപ്പൂര് അടുത്തു എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അന്ന് 82,000 വോട്ട് കിട്ടി. സർവകാല റെക്കോർഡ് ഭൂരിപക്ഷവും 82,000 വോട്ടുമാണ് കിട്ടിയത്. ഇത്തവണ അതിനേക്കാൾ കൂടും. 82,000-ത്തേക്കാൾ വോട്ട് LDFന് കിട്ടും. അതാണ് അതിന്റെ പൊതുവെ ട്രെൻഡ് കാണുന്നത്. ഈ താങ്കൾ കേവലം ഒരു MLA മാത്രമായിരുന്നില്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളുടെ ചുമതല വഹിച്ച മന്ത്രി കൂടിയായിരുന്നു. അതിലെല്ലാ കാലത്തും വിമർശനങ്ങളും ഒക്കെ വരുന്ന ഒരു വകുപ്പായിരുന്നു പൊതുമരാമത്ത്. 100 പാലങ്ങളാണ് ഈ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കിയത്. ഇപ്പൊ പെരുമ്പളം പാലമൊക്കെ കാണാൻ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പല കാലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് വന്നെങ്കിലും ഒരു വലിയ ഒരു മനോഭാവം മാറ്റമുണ്ടായിട്ടില്ലേ നമ്മുടെ ഈ വികസന സങ്കല്പങ്ങളിലെ? 100 അല്ല, 200 പറഞ്ഞത് അറിയില്ല. അപ്പോ അതൊരു ടീം വർക്കിന്റെ വിജയമാണ്. കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ ഒരു LDF മാജിക്കാണ് പൊതുവെ കാണാൻ പറ്റുന്നത്. അതായത് ഒരു 30 കൊല്ലം അപ്പുറത്തേക്ക് വരേണ്ട പാലവും കെട്ടിടവും റോഡൊക്കെ ഇപ്പോൾ ഈ 10 കൊല്ലത്തിനിടയിൽ വന്നു എന്നുള്ളതാണ്. അത് കിഫ്ബി എന്ന സംവിധാനത്തിലൂടെ അതിന്റെ ഫണ്ട് കണ്ടെത്തി ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അത് വലിയ മാറ്റമാണ്, വലിയ വിജയമാണ്, വലിയ ചേഞ്ചാണ്. ഒരു LDF മാജിക്കാണ് കേരളത്തിൽ. ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു പുതിയ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനം ഓർമ്മ വരും. ഓരോ പാലത്തിലൂടെയും ഓരോ റോഡിലൂടെയും പോകുന്നവർ യഥാർത്ഥത്തിൽ LDFന് വോട്ട് ചെയ്യണം എന്ന് ഉറപ്പിക്കും. ഒരു വാഹനത്തിൽ റോഡിലൂടെയുള്ള യാത്ര പോലും LDFന് അനുകൂലമായ രാഷ്ട്രീയ പ്രവർത്തനമായി മാറുകയാണ്. പണ്ട് യാത്ര ചെയ്യാൻ മാത്രമാണ് പാലം, ഇതിപ്പോൾ കാഴ്ച കാണാനായി പാലത്തിലേക്ക് പോകുന്ന പലയിടങ്ങളും. പാലങ്ങളൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. പാലങ്ങൾക്ക് അടിയിലുള്ള സ്ഥലം, അതൊക്കെ ഒരു ദീപാലങ്കൃതമായ പാലം വിദേശ രാജ്യങ്ങൾ മാത്രം കാണുന്നതാണ്. അതിപ്പോൾ മാറും. നാളൊരു ദേശീയ മാധ്യമത്തിൽ എഴുതി, ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റിനും പിന്തുടരാവുന്ന ഒരു ഡിസൈൻ പോളിസി നയം കേരളത്തിലുണ്ട്. ദീപാലങ്കൃതമായ പാലങ്ങൾ, പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ, വെറുതെ കിടക്കുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള ഇടം, ഇത് ഇന്ത്യക്ക് മാതൃകയാണെന്ന് പറയുന്നത് പോലെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഈ ടൂറിസം മന്ത്രി കൂടി ആയതുകൊണ്ടാണോ ഈ ടൂറിസം പ്ലസ് PW എന്നൊരു കോംബോ വന്നെന്ന് തോന്നുന്നു എനിക്ക്? പല പാലങ്ങളും പല നിർമ്മിതികളും കാണുമ്പോൾ അങ്ങനെ ഒരു കാര്യം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഈ ആളുകൾ ഇത് കാണാൻ വരണമെന്ന ചിന്ത കൂടെ മനസ്സിലുണ്ടായിരുന്നു. ടൂറിസം എല്ലാ വകുപ്പിലും ഉണ്ട്. ഇപ്പോൾ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, സാംസ്കാരിക വകുപ്പ്, സിനിമാ ടൂറിസം നടപ്പിലായി. ആരോഗ്യ മേഖല, വെൽനസ് ടൂറിസം, സ്പോർട്സ്, അഡ്വഞ്ചർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖല, ഫോറസ്റ്റ്, നമ്മുടെ വനവുമായി ബന്ധപ്പെട്ട ടൂറിസം എല്ലായിടത്തുണ്ട്. ഇറിഗേഷൻ, നമ്മുടെ
ഡാമും ആയിട്ട് ബന്ധപ്പെട്ട പല ടൂറിസങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ടൂറിസം ഇല്ലാത്തൊരു മേഖലയില്ല. PWDയിലും ടൂറിസം ഉണ്ട്, എല്ലാ മേഖലയിലും ടൂറിസം ഉണ്ട്. കേരളത്തിന്റെ ഭാവിയും ടൂറിസമാണ്. ലോകത്ത് പല രാജ്യങ്ങളും അഭിവൃദ്ധിപ്പെട്ടത് ടൂറിസത്തിലൂടെയാണ്. കേരളത്തിനൊരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് പരമാവധി ഉപയോഗിക്കപ്പോൾ വലിയ വരുമാനം കിട്ടി. കേരളം കണ്ട ഏറ്റവും വലിയ റെക്കോർഡ് സഞ്ചാരികൾ വന്നു. ഇതൊക്കെ ഒരു ചേഞ്ചാണ്. അത് ഇനിയും LDF ഭരണം തുടർന്നാൽ ഗുണകരമാകുമെന്ന് ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോ ബേപ്പൂരിലേക്ക് വന്നാൽ നഗരത്തിലുള്ള ഒരു മണ്ഡലമാണ്, പക്ഷേ തീരപ്രദേശത്തുള്ള അതിന്റെ എല്ലാ പൾസുള്ള സ്ഥലമാണ്. ഒരുപാട് വികസന സാധ്യതകൾ ബേപ്പൂരിനെ കാത്തിരിക്കുന്നുണ്ടല്ലേ? ഈ തുറമുഖമടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനം ഈ 10 വർഷത്തിനിടയിൽ നടന്നു. ഈ 5 വർഷം ഒട്ടേറെ വികസന മുന്നേറ്റങ്ങളുണ്ടായി. അതിന്റെ തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പൊ ചെറുവണ്ണൂർ പാലം പൂർത്തീകരിക്കാനായി. ചെറുവണ്ണൂർ പാലത്തിന്റെ പ്രവൃത്തി കഴിഞ്ഞാൽ അരീക്കാട് പാലത്തിന്റെ പ്രവൃത്തി ആരംഭിക്കും. എക്സ്ട്രാഡോസ് പാലം കരുവന്തുരുത്തി മുതൽ BC റോഡ് വരെ ബേപ്പൂർ വരെയുള്ള എക്സ്ട്രാഡോസ് പാലം, പിന്നെ ഒരുപാട് മറ്റ് പദ്ധതികളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോവുകയാണ്, തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ പൂർത്തീകരിച്ചതും തുടങ്ങി വെച്ചതുമായ പദ്ധതികളുണ്ട്. അത് ജനങ്ങൾക്ക് അറിയാം. എന്തായാലും രണ്ടാം തവണ അദ്ദേഹത്തിന് അവസരം നൽകും. വലിയ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി ബേപ്പൂരിൽ ജയിക്കും. ഒരുപാട് വികസന സാധ്യതകൾ അവശേഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇനിയും ഒരുപാട് പദ്ധതികൾ ടൂറിസം മേഖലയിലും വികസന രംഗത്തുമൊക്കെയായി കൊണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും അതിനൊരു അവസരം നൽകും. വലിയ ആവേശമാണ് ആദ്യ ദിനം തന്നെ വോട്ടർമാരിൽ നിന്നും അല്ലെങ്കിൽ മുന്നണി അണികളിൽ നിന്നും മന്ത്രി PA മുഹമ്മദ് റിയാസിന് ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസാണ് MS സനീഷ് കുമാറിനൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.